നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിൽ നിർണായക ഇടപെടലുമായി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. പി വിഷ്ണുരാജ് കണ്ണൂർ ജില്ലാ കലക്ടർ. സ്ഥാനമൊഴിഞ്ഞ കലക്ടർ അരുൺ കെ വിജയനിൽ നിന്ന് ചുമതല ഏറ്റെടുത്തു. കിഴക്കേ ചമ്പാട് റോഡിൽ ഉഗ്രൻ മൂർഖൻ. നാട്ടുകാരിൽ ആശങ്ക. RJD കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PK പ്രവീൺ MLAയ്ക്ക് പാനൂരിൽ സ്വീകരണം നൽകി. മുൻ മന്ത്രി KP മോഹനൻ ഉപഹാര സമർപ്പണം നടത്തി. വാർത്തകൾ വിശദമായി. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിൽ നിർണായക ഇടപെടലുമായി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. കേസിലെ ഒന്നാം പ്രതിയായ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പ്രതികളുടെ ജാമ്യമാണ് കോടതി റദ്ദാക്കിയത്. ജാമ്യവ്യവസ്ഥകൾ പ്രതികൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതിയുടെ കടുത്ത നടപടി. കേസിന്റെ ഗൗരവവും വിചാരണ നടപടികളുടെ നിർണായക ഘട്ടവും പരിഗണിച്ചാണ് കോടതി അടിയന്തരമായി ഉത്തരവിറക്കിയത്. ജാമ്യത്തിൽ കഴിയുന്ന കാലയളവിൽ പ്രതികൾ കോടതി നിർദ്ദേശിച്ച നിബന്ധനകൾ പാലിച്ചില്ലെന്നും ചിലരുടെ ഭാഗത്തുനിന്നും നിയമലംഘനപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചതായാണ് സൂചന. മട്ടന്നൂരിനെ നടുക്കിയ രാഷ്ട്രീയ കൊലപാതക കേസായ ഷുഹൈബ് വധക്കേസ് സംസ്ഥാന തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബ് 2018 ഫെബ്രുവരിയിലാണ് അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. കേസിൽ നിരവധി പ്രതികൾക്കെതിരെ ഗൂഢാലോചന, കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കിയ സാഹചര്യത്തിൽ പ്രതികൾ വീണ്ടും കസ്റ്റഡിയിൽ പ്രവേശിക്കേണ്ട സാഹചര്യമുണ്ടാകും. കോടതിയുടെ പുതിയ നടപടി കേസിന്റെ തുടരന്വേഷണത്തെയും വിചാരണ നടപടികളെയും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത്. ഷുഹൈബ് വധക്കേസിലെ തുടർ നടപടികൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും നിയമരംഗത്തും വലിയ ചർച്ചയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കണ്ണൂർ ജില്ലാ കലക്ടറായി P വിഷ്ണുരാജ് ചുമതലയേറ്റു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ സ്ഥാനമൊഴിഞ്ഞ കലക്ടർ അരുൺ കെ വിജയനിൽ നിന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. കണ്ണൂരിനെ പോലെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികപരവുമായി ഔന്നത്യമുള്ള ഒരു ജില്ലയുടെ കലക്ടറായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കലക്ടർ P വിഷ്ണുരാജ് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ജില്ലയെക്കുറിച്ച് കൂടുതൽ പഠിച്ചറിയാനും നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ ഭാഗമാകാനുമുള്ള ശ്രമമായിരിക്കും നടത്തുക. സാധാരണക്കാരായ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയും ഒപ്പം എല്ലാ ഉദ്യോഗസ്ഥരുമായും ഒത്തുചേർന്നും പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഇതിന് എല്ലാവിധ സഹകരണവും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിനെ പോലെ ഏറെ രാഷ്ട്രീയവും സാമൂഹികപരമായും സാംസ്കാരികപരമായും ഏറെ പ്രാധാന്യമുള്ളൊരു ജില്ലാ കളക്ടറായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തട്ടെ. ആദ്യഘട്ടങ്ങളിൽ ജില്ലയെക്കുറിച്ച് കൂടുതൽ പഠിച്ചറിയാനും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് ഉള്ള ശ്രമമായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടുത്തെ ജനങ്ങളായിട്ടും സാധാരണക്കാരായ ജനങ്ങളായും നേരിട്ട് ബന്ധപ്പെട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായും നേരിട്ട് സമ്പർക്കം പുലർത്തിയും അതോടൊപ്പം തന്നെ എല്ലാ ഉദ്യോഗസ്ഥരുമായിട്ടും ഒത്തുചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇതിനെല്ലാവിധ സഹകരണവും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണമെന്ന പ്രതീക്ഷയോടെ. താങ്ക് യു. 2019 ബാച്ച് IAS ഓഫീസറായ P വിഷ്ണുരാജ് തൃശൂർ എറവ് സ്വദേശിയാണ്. വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടറായും KSIDC മാനേജിംഗ് ഡയറക്ടറായും സേവനമനുഷ്ഠിക്കുകയായിരുന്നു. മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ, എറണാകുളം സബ് കളക്ടർ, സ്പോർട്സ് യുവജന കാര്യം ഡയറക്ടർ, കേരള സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ CMO, MD, പ്ലാന്റേഷൻസ് സ്പെഷ്യൽ ഓഫീസർ, കേര പ്രൊജക്ട് അസിസ്റ്റന്റ് പ്രൊജക്ട് ഡയറക്ടർ, PWD ഡെപ്യൂട്ടി സെക്രട്ടറി, PIEDM ഡയറക്ടർ എന്നീ ചുമതലകളും വഹിച്ചു. കോഴിക്കോട് NITയിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദം നേടി. IAS നേടുന്നതിനു മുൻപ് 2018 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓഫീസറായിരുന്നു. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, അസിസ്റ്റന്റ് കളക്ടർ S സ്വാതി, ADM കലാഭാസ്കർ, ജില്ലാതല ഉദ്യോഗസ്ഥർ, കളക്ടറുടെ മാതാവ് TK കമല തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂമാഹി പഞ്ചായത്തിലെ അനധികൃത വഴിയോര കച്ചവടത്തിനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ന്യൂമാഹി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. മാർക്കറ്റ് ബിൽഡിംഗ് ഹാളിലെ NV സ്വാമിദാസൻ നഗറിലാണ് സമ്മേളനം നടന്നത്. NV സ്വാമിദാസൻ നഗറിൽ ജില്ലാ കമ്മിറ്റി അംഗം KP അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ വിജയമുണ്ടാകുകയായിരുന്നു. കൃത്യമായി റിപ്പോർട്ട് വിലയിരുത്തിക്കൊണ്ട് വരവ് ചെലവ് കണക്കുകൾ വിശദമായി പഠിച്ചുകൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കൃത്യമായി തന്നെ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായ ചർച്ച മറുപടി എന്നുള്ളത് പൂർത്തീകരിക്കാൻ സാധിക്കും. P. സലീം അധ്യക്ഷത വഹിച്ചു. PP സജീഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി YM അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി CPM നൌഫൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. PP കലേഷ് കുമാർ, PK അബ്ദുൾ ഷിനോഫ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PP കലേഷ് കുമാറിനെ പ്രസിഡന്റായും P. സലീം, NM മോഹനൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും YM അനിൽകുമാറിനെ സെക്രട്ടറിയായും PP സജീഷ്, PK അബ്ദുൾ ഷിനോഫ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും K. അബ്ദുൾ റസാഖിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. കിഴക്കേ ചമ്പാട് കുന്നോത്ത് പീടികയ്ക്ക് സമീപമുള്ള കനാൽ പരിസരത്തെ റോഡിൽ ഉഗ്രൻ മൂർഖനെ കണ്ടെത്തിയത് നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. മാർക്ക് പ്രവർത്തകൻ ബിജിലേഷ് കോടിയേരി സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി അതിന്റെ ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിട്ടു. ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവാണ് റോഡിന് നടുവിലായി ഇഴഞ്ഞു നീങ്ങുന്ന മൂർഖനെ ആദ്യം കണ്ടത്. ബൈക്കിന്റെ ശബ്ദം കേട്ടതോടെ മൂർഖൻ പത്തി വിടർത്തി. അപകട സാധ്യത മനസ്സിലാക്കിയ യാത്രക്കാരൻ ഉടൻ വാഹനം നിർത്തി പിന്നോട്ട് മാറി. സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് ഇഴഞ്ഞു കയറിയ പാമ്പ് അവിടെയുണ്ടായിരുന്ന വിറക് കൂനക്കുള്ളിലേക്ക് കയറി ഒളിച്ചു. ബൈക്ക് യാത്രക്കാരൻ ഉടൻ വീട്ടുകാരെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ ഫോറസ്റ്റ് വാച്ചറും മാർക്ക് പ്രവർത്തകനും സർപ്പ വളണ്ടിയറുമായ ബിജിലേഷ് കോടിയേരി സ്ഥലത്തെത്തി. വളരെ സൂക്ഷ്മതയോടെയും കരുതലോടെയും വിറകുകൂന പരിശോധിച്ച ബിജിലേഷ് അകത്തൊളിച്ചിരുന്ന മൂർഖനെ സുരക്ഷിതമായി പിടികൂടി. തുടർന്ന് പാമ്പിനെ ആളൊഴിഞ്ഞ വനമേഖലയിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിട്ടു. മഴക്കാലം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വീടുകളുടെയും പരിസരങ്ങളുടെയും വൃത്തിഹീനതയും കാടുകയറലും പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനിടയാക്കുമെന്ന് ബിജിലേഷ് കോടിയേരി മുന്നറിയിപ്പ് നൽകി. വീടുകളുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും വിറക് കൂനകളും ഉപേക്ഷിച്ച സാധനങ്ങളും പരിശോധന കൂടാതെ കൈകാര്യം ചെയ്യരുതെന്നും പാമ്പുകളെ കണ്ടാൽ പിടിക്കാൻ ശ്രമിക്കാതെ വിദഗ്ധരെ വിവരമറിയിക്കണമെന്നും ബിജിലേഷ് നിർദ്ദേശിച്ചു. RJD കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PK പ്രവീൺ MLAക്ക് പാനൂരിൽ സ്വീകരണം നൽകി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് MK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി KP മോഹനൻ ഉപഹാര സമർപ്പണം നടത്തി. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട PK പ്രവീണിന് RJD കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂരിൽ സ്വീകരണം നൽകി. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിലാണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയത്. RJD കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സോഷ്യലിസ്റ്റുകളിലാണ് ജനം ഇപ്പോൾ പ്രതീക്ഷയർപ്പിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ സോഷ്യലിസ്റ്റുകളുടെ ഏകീകരണത്തിൽ RJD മുൻകൈയെടുക്കുമെന്നും MK ഭാസ്കരൻ പറഞ്ഞു. സ്വർണം നിങ്ങൾ വാങ്ങിക്കേണ്ടതില്ല, ഒരു വർഷക്കാലത്തേക്ക് മോഡി ഗവൺമെന്റ് പറയുന്നു. രാഷ്ട്രീയം ഇങ്ങനെ നാല് ചുമരുകൾക്കുള്ളിൽ നമ്മളെ തളച്ചിടുമ്പോൾ ആ ചങ്ങകൾ പൊട്ടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന കരുത്തുള്ള ആശയമാണ് സോഷ്യലിസ്റ്റുകൾ ധരിക്കുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കേണ്ടത്. ഒരുപാട് പേരുകളും കൊടികളും നമ്മൾ വാഴപ്പിടിച്ചുകൊണ്ട് പേരുകൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആശയത്തിന്റെ കാര്യത്തിൽ നമ്മൾ പച്ചവടങ്ങൾ ചേർത്തിട്ടില്ല. നമ്മുടെ രാജ്യത്തെ പൗരന്റെ ശരിയായ ജീവിതമാണ് സോഷ്യലിസ്റ്റുകൾ ലക്ഷ്യമിടുന്നതെങ്കിൽ എന്താണ് ഒരു സോഷ്യലിസ്റ്റ് എന്നതിന് പൗരന്റെ ശരിയായ ജീവിതമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടെങ്കിൽ അത് നമുക്ക് മാത്രമേ ഉള്ളൂ. അത് ബിഹാറിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിഹാസ തുല്യമായ ജീവിതം നയിച്ച ഈ നാട്ടിന്റെ മണ്ണ് സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ കാരണമുതലായി നിൽക്കുന്ന ബിഹാറിന്റെ ഓർമ്മകൾ
നമുക്ക് കരുത്തും ആവേശവുമായി മാറേണ്ടതുണ്ട്. പി കെ പ്രവീൺ MLA-ക്കുള്ള കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ഉപഹാരം മുൻ മന്ത്രിയും RJD ദേശീയ നിർവാഹക സമിതി അംഗവുമായ KP മോഹനൻ സമ്മാനിച്ചു. വിവിധ കമ്മിറ്റികൾക്ക് വേണ്ടിയും MLA ഹാരാർപ്പണം നടത്തി. ശ്രീജ ഹാരാർപ്പണം നൽകും. മഹിളാ ജനതയുടെ മണ്ഡലം പ്രസിഡന്റാണ് ശ്രീജ. പാനൂർ മേഖലയ്ക്ക് വേണ്ടി പാനൂർ മേഖലാ പ്രസിഡന്റ് സൂരജാണ്. RJD പെരിങ്ങളം മേഖലാ പ്രസിഡന്റ് രഞ്ജിത്താണ് ഹാരമണിക്കുന്നത്, ഷാലണിക്കുന്നത്. കമ്മിറ്റിക്ക് വേണ്ടി പവിത്രൻ പവിത്രമാണ്. കൂത്തുപറമ്പ് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. മുഖേരി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി മുകുന്ദൻ മാസ്റ്റർ. മുഖേരി പഞ്ചായത്ത് സുമേജാണ് ഷാലണിക്കുന്നത്. മുഖേരി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ചന്ദ്രനാണ് കോട്ടയത്തിന് വേണ്ടി ഹാരമണിക്കുന്നത്. കൂത്തുപറമ്പ് നഗരസഭ പ്രസിഡന്റ് ശ്രീ MK പത്മനാഭനാണ് ഹാരമണിക്കുന്നത്. യുവജനത കണ്ണൂർ ജില്ലാ ജനതയുടേത് ശ്രീഷ്മ. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്ററിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി KCC കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി രജി. KSTCക്ക് വേണ്ടി ഹരീഷ് കടവത്തൂർ. സ്റ്റേറ്റ് ടീച്ചേഴ്സ് സെന്ററിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഹരീഷ് കടവത്തൂരാണ് ഹാരമണിക്കുന്നത്. മഹിളാ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രിക പതിയന്തവിട. മഹിളാ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് കൂത്തുപറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി ടി ഗിരിജേച്ചിയാണ് വരുന്നത്. കഴിഞ്ഞ വേണ്ടി ഭാസ്കരനാണ് ഷാലണിക്കുന്നത്. ഓട്ടോത്തൊഴിലാളി യൂണിയൻ HMS കൂത്തുപറമ്പ് ചന്ദ്രനാണ് HMS ഓട്ടോത്തൊഴിലാളി യൂണിയൻ കൂത്തുപറമ്പ്. നെയ്ത്ത് തൊഴിലാളി യൂണിയൻ HMSന്റെ അടുത്തതായി ഹാരാർപ്പണത്തിൽ വരുന്നത്. കിസാൻ ജനതയ്ക്ക് വേണ്ടി മണ്ഡലം പ്രസിഡന്റ്. കരിയാട് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ദിനൂപ്. കരിയാട് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി VP പ്രേമകൃഷ്ണ മാസ്റ്റർ. രജീഷ് TP. യുവജനതയുടെ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ദിനീഷ്. RJD പാനൂർ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി പാനൂർ ടൗൺ കമ്മിറ്റിക്ക് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട അംഗത്തിലേക്കുള്ള ഹാരാർപ്പണത്തിന് നമ്മുടെ കൊടുക്കുന്ന കലാപ്രവർത്തനങ്ങളിൽ ഏറെ കൃത്യമായിട്ടുള്ള ഫർണിച്ചറാണ് ഇനി നമ്മുടെ MLA ഷാലണിക്കുന്നത്. അതിന്റെ ഒരു ടീം അംഗമാണ് അശ്വതിയാണ് ഷാലണിക്കുന്നത്. നമ്മുടെ ഒക്കെ തന്നെ എല്ലാവരുടെയും അകമഴിഞ്ഞ കരുത്തുറ്റ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും മറ്റ് ഘടകകക്ഷികളും ഒക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം ഓരോ ബൂത്തിലും ഓരോ പഞ്ചായത്തിലും ഓരോ ലോക്കലിലും അതോടൊപ്പം മണ്ഡലത്തിലാകമാനം പ്രവർത്തനങ്ങൾ നിന്നാണ്. അതോടൊപ്പം നമ്മുടെ പ്രചാരണ ജാഥകൾ വളരെ നന്നായിട്ട് തന്നെ എല്ലാം കൈകാര്യം ചെയ്യാനും നമ്മുടെ ആളുകൾ എല്ലാ സ്ഥലത്തും അടിച്ചുകൂടി നിൽക്കാൻ സാധിച്ചു. RJD കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് P ദിനേശൻ അധ്യക്ഷനായി. KP ചന്ദ്രമാസ്റ്റർ, രവീന്ദ്രൻ കുന്നോത്ത്, ഉഷ രേരോത്ത്, കരുവാങ്കണ്ടി ബാലൻ, N ധനഞ്ജയൻ, MK രഞ്ജിത്ത്, TP അബൂബക്കർ ഹാജി, ഹരീഷ് കടവത്തൂർ, K കുമാരൻ, പത്മജ ഭരതൻ, ശ്രീജ M ചണ്ടയാട്, CKB തിലകൻ മാസ്റ്റർ, സജീന്ദ്രൻ പാലത്തായി തുടങ്ങിയവർ സംബന്ധിച്ചു. PK പ്രവീൺ മറുപടി പ്രസംഗം നടത്തി. നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജനപ്രതിനിധി എന്ന നിലയിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശരിയായ പാതയിലേക്ക് നയിക്കാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് എന്ന് അഭ്യർത്ഥിക്കുന്നത്. തെറ്റ് കൂടുതൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് കാണിക്കാനുള്ള പ്രവണത എൻ്റെ സഖാക്കൾ എന്നോട് കാണിക്കണം. എന്നാൽ മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തിക്കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അതേപോലെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ പാർലമെന്ററി നേതാവ് എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ രാഷ്ട്രീയ ജനതാദൾ എന്ന സോഷ്യലിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പ്രസംഗിക്കുമ്പോൾ
മുൻ മന്ത്രിയും പാർട്ടിയുടെ സോഷ്യലിസ്റ്റിന്റെ എല്ലാമായ ശ്രീ PR-നെയും അതേപോലെ മുൻ നേതാവുമായ KP മോഹനേട്ടനും ഞാൻ പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടക്കം കുറിച്ചത്. PR എന്ന വാക്ക് പറയുമ്പോൾ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയും അതേപോലെ സ്പീക്കറും കുഞ്ഞാലിക്കുട്ടി സാഹിബും ബേബി ജോണും ഷിബു ബേബി ജോണും K മുരളീധരനും സണ്ണി ജോസഫും അടക്കം അവർക്കും ഒരു ആവേശമാണ്. ആ PR എന്ന വാക്ക് ഇന്നും നിയമസഭയിൽ പ്രതിഫലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ശൈലി ഇന്നും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഓൾ ഇന്ത്യ ഓപ്പൺ ക്യോകുഷിൻ കരാത്തെ ടൂർണമെന്റിൽ പാനൂർ ഫൈറ്റേഴ്സ് കരാത്തെ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച് ശ്രദ്ധേയരായി. MA ക്വിക്ക് ബോക്സിംഗ് കോച്ച് ഷിഹാൻ ആദം സി യൂസഫിന്റെ കീഴിലായിരുന്നു വിദ്യാർത്ഥികളുടെ പരിശീലനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി കരാത്തെ താരങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ പാനൂരിന്റെ അഭിമാനമായി അക്കാദമിയിലെ വിദ്യാർത്ഥികൾ മാറി. ഇക്കോ മാറ്റ്സുഹിമ കപ്പിനായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. മത്സരത്തിൽ പങ്കെടുത്ത ഫൈറ്റേഴ്സ് അക്കാദമിയിലെ 25 വിദ്യാർത്ഥികളിൽ 18 പേർ സ്വർണ്ണ മെഡലും 7 പേർ വെള്ളി മെഡലും നേടി മികച്ച നേട്ടം സ്വന്തമാക്കി. കരുത്തും ആത്മവിശ്വാസവും അച്ചടക്കവും ഒത്തുചേർന്ന പ്രകടനമാണ് താരങ്ങൾ പുറത്തെടുത്തതെന്ന് പരിശീലകരും രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു. MMA കിക്ക് ബോക്സിംഗ് കോച്ച് ഷിഹാൻ ആദം സി യൂസഫിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ പരിശീലനം നേടിയത്. ലോകോത്തര നിലവാരത്തിലുള്ള പരിശീലന രീതികളും കർശനമായ ശാരീരിക മാനസിക പരിശീലനവും ഫൈറ്റേഴ്സ് അക്കാദമിയുടെ പ്രത്യേകതയാണെന്ന് അധികാരികൾ അറിയിച്ചു. ചെറുപ്പം മുതൽ കുട്ടികളിൽ ആത്മവിശ്വാസവും പ്രതിരോധശേഷിയും വളർത്തുന്നതിൽ അക്കാദമി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും അവർ പറഞ്ഞു. കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച മെയ് 17-ാം തീയതി നടന്ന ക്യോകുഷിൻ കരാട്ടെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ടൂർണമെൻറ്റാണ് നടന്നത്. അപ്പോൾ അതിൽ നമ്മളെ ഫൈറ്റേഴ്സ് അക്കാദമി പാനൂരിനെ പ്രതികരിച്ചുകൊണ്ട് ധാരാളം വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൂർണമെൻറ്റിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും അതോടൊപ്പം തന്നെ അതിൽ നമ്മുടെ കരാട്ടെ അക്കാദമിയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ടൂർണമെന്റിൽ മെഡൽ നേടിയ വിദ്യാർത്ഥികൾക്കായി അക്കാദമിയിൽ സ്വീകരണവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ആശിഷ് അധ്യക്ഷത വഹിച്ചു. ഷിഹാൻ ആദം സി യൂസഫ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ നേട്ടം പാനൂരിനാകെ അഭിമാനമാണെന്നും വരുംകാലത്ത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കൂടുതൽ താരങ്ങളെ വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും ഷിഹാൻ ആദം സി യൂസഫ് പറഞ്ഞു. ഫൈറ്റിങ്ങിന് മെയിൻ അത് ഡിസിപ്ലിൻ നിർബന്ധം, മാനേഴ്സ് നിർബന്ധം. ഫൈറ്റിങ്ങിൻ്റെ ദേഷ്യം പിടിക്കാൻ പാടില്ല. ഫൈറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ദേഷ്യം പിടിക്കാൻ പാടില്ല. ഫുള്ളായിട്ട് ഫൈറ്റ് ചെയ്യുക, ജയിക്കാൻ പോരുക, ഇതേ ഉള്ളൂ. സിമ്പിളാണ്. ഇവിടെ കൂടുതൽ മസിൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിക്ക് പോകും. ഫൈറ്റിങ്ങിന് ഇവിടെ ടെക്നിക്കുകൾ കൂടുതൽ യൂസ് ചെയ്യുക. അപ്പം ഇവിടുത്തെ കുട്ടികളെല്ലാം അടിപൊളിയായ ടെക്നിക്ക് ചെയ്ത് കുറച്ച് സീനിയേഴ്സ് ചെയ്തിട്ടുണ്ട്. രക്ഷിതാക്കളും നാട്ടുകാരും വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു. തുടർച്ചയായ വിജയങ്ങളിലൂടെ പാനൂർ ഫൈറ്റേഴ്സ് കരാത്തെ അക്കാദമി ജില്ലയിലെ കായികരംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാനൂർ KKV PHS 1992 SSLC കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്വിസ് മത്സരാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ പൂർവ്വ വിദ്യാർത്ഥി നഗരസഭാ കൗൺസിലർ ബൈജു പാലത്തായി ഉദ്ഘാടനം ചെയ്തു. പാനൂർ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും 1992 അധ്യയന വർഷത്തിൽ SSLC പഠനം നടത്തിയവരാണ് ഒരു വട്ടം കൂടി വിദ്യാലയമുറ്റത്ത് ഒത്തുചേർന്നത്. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും സഹപാഠിയുമായ പാനൂർ നഗരസഭാ കൗൺസിലർ ബൈജു പാലത്തായി ഉദ്ഘാടനം ചെയ്തു. ഒന്നാം സമ്മാനമാണ് ഇപ്പോൾ ഇവിടെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിന്റെ ഗായിക സിന്ധു ടീച്ചർ സമ്മാനം
വാങ്ങിക്കുകയാണ്. രഞ്ജിതയാണ് സമ്മാനം. അടുത്തത് മാലയം സജിത പ്രകാശ്. അടുത്തത് രമണി KK ആണ്. സജിത. അടുത്തത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സ്കൂൾ മാനേജർ PK പ്രവീണുമായി ബന്ധപ്പെട്ടെല്ലാം യാത്രാമധ്യയെല്ലാം സംസാരിക്കുമ്പോൾ പറഞ്ഞുള്ളത്, കണ്ണൂർ ജില്ലയിലും സംസ്ഥാനത്തും ഏറ്റവും കൂടുതൽ ബാച്ചുകൾ മത്സര സ്വഭാവത്തോടുകൂടി രൂപീകരിക്കുകയും ആ ബാച്ചുകൾ മത്സര സ്വഭാവത്തോടുകൂടി പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് പാനൂർ ഹൈസ്കൂളിലാണ്. നിങ്ങൾ പരിസര പ്രദേശത്തെ എല്ലാ ഹൈസ്കൂളും ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങനെയൊന്നും കൊളവല്ലൂർ സ്കൂളില്ല. നമ്മളെ കണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ട് കൊളവല്ലൂരിലും രാമവിലാസത്തിലെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം സുശക്തമായ നിലയിൽ ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും അതിന് സജീവത നിലനിർത്തിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുള്ള പാനൂർ ഹൈസ്കൂളും KKവിലെയും ബാച്ചുകൾ തന്നെയാണെന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാം. KP സജിത അധ്യക്ഷയായി. PK സിന്ധുജ, സൂരജ് ധർമാലയം, KP സുജീഷ്, KP രാജീവൻ, MK ബിജു, ബിന്ദു ബാലൻ, രഞ്ജി മൊട്ടേമൽ തുടങ്ങിയവർ സംസാരിച്ചു. സഹപാഠിയായ കവയത്രി ലീന കുലോത്തിനെ ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. PK പ്രവീൺ MLAക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി. സംഘാടക സമിതി ചെയർപേഴ്സൺ KP സജിത ആദര സമർപ്പണം നടത്തി. മുസ്ലിം ലീഗ് പന്ന്യന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ T കുഞ്ഞമ്മദ് മാസ്റ്റർ അനുസ്മരണം നടത്തി. പന്ന്യന്നൂർ വ്യാപാര ഭവനിൽ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവും പന്ന്യന്നൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന പന്ന്യന്നൂരിലെ തിരുവമ്മൽ T കുഞ്ഞമ്മദ് മാസ്റ്ററെ അനുസ്മരിച്ചു. മുസ്ലിം ലീഗ് പന്ന്യന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകന്മാർ MSFലും തുടർന്ന് യൂത്ത് ലീഗിലൊക്കെ സംഘടനാ ഭാരവാഹിത്വം വഹിക്കുന്ന കാലയളവിലൊക്കെ പാർട്ടിയുടെ മുഖ്യധാരാ പ്രവർത്തനങ്ങളിൽ കുഞ്ഞമ്മദ് മാഷ് വളരെ സജീവമായി. പഴയ പെരിങ്ങളം നിയോജക മണ്ഡലത്തിലും പിന്നീട് പന്ന്യന്നൂർ പ്രദേശം തലശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ തലശ്ശേരി നിയോജക മണ്ഡലത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം ഭാരവാഹിത്വം വഹിക്കുകയും പാനൂരിലെ കോളേജ് ഉൾപ്പെടെ മുസ്ലിം കോളേജ് ഉൾപ്പെടെ ഒട്ടേറെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തൻ്റേതായിട്ടുള്ള സംഭാവനകൾ നൽകി പൊതുജീവിതത്തിൽ മറ്റൊരാളെ കൊണ്ട് മോശം പറയിക്കാത്ത ധന്യമായൊരു ജീവിതം നയിച്ചാണ് കുഞ്ഞമ്മദ് മാഷ് നമ്മൾ ഇവിടെ പറഞ്ഞു. പൂർവികരായിട്ടുള്ള സ്വാർത്ഥികരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഇടപഴകൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാക്കുന്നതിലും സമൂഹത്തിന് നന്മ ചെയ്യുന്ന വിധത്തിൽ തൻ്റെ പൊതുപ്രവർത്തനം കരുപിടിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് വലിയ പ്രചോദനവും പ്രോത്സാഹനവുമായി ഭവിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. PK ഹനീഫ ചടങ്ങിൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് K ലത്തീഫ്, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഷാനിദ് മേക്കുന്ന്, തഫ്ലി മാണിയാട്ട്, അഡ്വക്കേറ്റ് ലത്തീഫ്, മുസ്തഫ നിങ്കിലേരി, ചന്ദ്രോത്ത് യൂസഫ് ഹാജി, PP സുലൈമാൻ ഹാജി, PV മുഹമ്മദ്, റഹീം പഞ്ഞന്നൂർ, MK റഫീഖ്, C മുജീബ്, K നിസാർ, A മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. സലീം പഞ്ഞന്നൂർ സ്വാഗതവും ലത്തീഫ് പള്ളാട്ടിൽ നന്ദിയും പറഞ്ഞു. നിരവധി പേർ അനുസ്മരണ ചടങ്ങിൽ പങ്കാളികളായി. പാനൂർ ശ്രീ നാരായണ കോളേജ് 1982-84 പി ഡിഗ്രി വിദ്യാർത്ഥി കൂട്ടായ്മ ഓർമ്മയുടെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തി. പാനൂർ ഗവൺമെന്റ് UP സ്കൂളിൽ G രഘുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ പാനൂർ പ്രദേശത്ത് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയിരുന്ന പാനൂർ ശ്രീനാരായണ കോളേജിൽ 1982-84 അധ്യയന വർഷത്തിൽ
പ്രീ ഡിഗ്രി പഠനം നടത്തിയ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. പാനൂർ ഗവൺമെൻറ് LP സ്കൂളിലാണ് സംഗമം നടന്നത്. ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പാളായി പ്രവർത്തിച്ചിരുന്ന G. രഘുമാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനത്തെ ഈ സ്ഥാപനമാക്കി മാറ്റുവാൻ ഞങ്ങളോട് സഹകരിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ എന്റെയോ അല്ലെ ഞങ്ങളുടെ അധ്യാപകർ മാത്രം മഹത്വം കൊണ്ടല്ല ഈ സ്ഥാപനം ഇത്രത്തോളം പ്രശസ്തമായി തീർന്നതും വീണ്ടും 40 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ ഇങ്ങോട്ട് നയിച്ചതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളെല്ലാം കൂടി കൂട്ടായ ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു മഹത്തായ പാരലൽ കോളേജ് പടുത്തുയർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. പാനൂരിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ അവകാശപ്പെടട്ടെ ഇത്രയും ഗംഭീരമായി മാതൃകാപരമായി ഒരു കോളേജ് നടത്തുവാനുള്ള അവസരം സൃഷ്ടിച്ച എൻ്റെ സഹപ്രവർത്തകരുടെ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കഴിഞ്ഞുപോയ വിദ്യാർത്ഥികളുണ്ട്. കേണൽ സജീവ സൂചിപ്പിച്ചതുപോലെ മൺമറഞ്ഞു പോയവരുണ്ട്. 2 മാസം മുമ്പ് മൺമറഞ്ഞു പോയ ഒരു കുട്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഭാസ്കരൻ. ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് കണ്ടത്. അതേപോലെ സുരേഷ് ബാബുവിനെ പോലെ തന്നെ നാടൻ കവിതയൊക്കെ ചൊല്ലുന്ന ഭാസ്കരൻ ഈ കോളേജിൽ എന്തോ പരിപാടി നടത്തിയ ഞാനടുത്ത് ഭാസ്കരൻ ഏത് കാര്യത്തിനും ഭാസ്കരൻ കാണും. ഞാൻ ഭാസ്കരൻ ഈ സംഘകാലത്തോട് ചേരണം, എന്നെ കുട്ടിക്ക് പാടാൻ പറ്റും സംഘകാലം. മാഷ ഞാൻ വേണമെങ്കിൽ അതിന് തയ്യാറാണെന്നാണ് പറഞ്ഞ ഭാസ്കരൻ. 2-3 മാസം മുമ്പ് മരിച്ചു ചെണ്ടയുടെ സ്കൂളിലാണ് ഹെഡ്മാസ്റ്റർ. അങ്ങനെ ഒരുപാട് മിടുക്കരായ സമർത്ഥരായ കുട്ടികൾ. ഏറ്റവും മുന്നിലേക്ക് നിങ്ങളെല്ലാവർക്കും ഓരോ രംഗത്തും നിങ്ങളെല്ലാം പ്രശസ്തരാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്തായാലും ഇത്തരത്തിലൊരു വേദി നിങ്ങൾ ഒരുക്കുകയായിരുന്നു. മോഹനൻ ചമ്പാട് ചടങ്ങിൽ അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ സത്യൻ ചമ്പാട് സ്വാഗതം പറഞ്ഞു. സഹപാഠികളായിരുന്ന ദേവദാസ്, ജയലക്ഷ്മി എന്നിവരുടെ വിയോഗത്തിൽ ചടങ്ങിൽ അനുശോചനം രേഖപ്പെടുത്തി. CK സുരേഷ് ബാബു സ്വാഗതഗാനം ആലപിച്ചു. തെളിഞ്ഞു നിൽക്കാം ഹൃദയത്തിലുണരുന്നൊരാത്മഹർഷങ്ങളിൽ പുളകിതരാകാം തെളിഞ്ഞു നിൽക്കാം. പോയ നാളുകൾ പോകാതിരുന്നെങ്കിൽ എന്നു നാം ഈ ദിനം ഓർത്തുപോകും. ഒരുപാട് സ്മരണകളിൽ അഭിരമിച്ചിടുവാൻ വരികന്റെ സഹചരേ സോദരരെ. ഒരുപാട് സ്മരണകളിൽ അഭിരമിച്ചിടുവാൻ വരികന്റെ സഹചരേ സോദരരെ. ശുക്ലി രാമവിലാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാളായിരുന്ന ഹരീന്ദ്ര മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ അധ്യാപകരായ ദാസൻ മാസ്റ്റർ, രാജൻ മാസ്റ്റർ, അനിൽ മാസ്റ്റർ, ജയദേവൻ മാസ്റ്റർ, ചന്ദ്രമോഹൻ മാസ്റ്റർ, അജയൻ മാസ്റ്റർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പൂർവാധ്യാപകരെ മൊമെൻ്റോ സമർപ്പിച്ചും പൊന്നാടി അണിയിച്ചും ചടങ്ങിൽ ആദരിച്ചു. ഹരി മാസ്റ്റർ, സത്യൻ, KP ചന്ദ്രൻ, സുരേഷ് ബാബു കല്ലിക്കണ്ടി, PM ഗീത തുടങ്ങിയവരും സംബന്ധിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490-233-626 9447-227626.
നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. ബികോം ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8138061888, 9656813834, 8590312944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ.
50 പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി ജാപ്പനീസ് ബൂഡോ കരാത്തെ ആൻഡ് ജൂഡോ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവധിക്കാല കരാത്തെ കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനവും വിദ്യാർത്ഥികളുടെ കളർ ബെൽറ്റ് ദാന ചടങ്ങും പ്രൗഢഗംഭീരമായി നടന്നു. വിദ്യാർത്ഥികളുടെ ബൂഡോ ജൂഡോ പ്രദർശനങ്ങളും നടന്നു. തലശ്ശേരി ജാപ്പാനീസ് ബൂഡോ കരാത്തെ ആൻഡ് ജൂഡോ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവധിക്കാല കരാത്തെ കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനം നടന്നു. വിദ്യാർത്ഥികളുടെ കളർ ബെൽറ്റ് ദാന ചടങ്ങും നടന്നു. കേരള ജൂഡോ അസോസിയേഷൻ സീനിയർ കോച്ച് VP മാർട്ടിൻ അങ്കമാലി ഉദ്ഘാടനം ചെയ്തു. കായിക പരിശീലനം കുട്ടികളിൽ അച്ചടക്കവും ആത്മവിശ്വാസവും വളർത്താൻ സഹായിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ VP മാർട്ടിൻ പറഞ്ഞു. നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്കും ബുദ്ധിക്കും ആവശ്യമായിട്ടുള്ള ഒരു ആയോധന കലയിലേക്ക് കുട്ടികളെ പറഞ്ഞുവിടുകയും അതിൽ പ്രാവീണ്യം നേടാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത ഈ ഗാർഡിയൻസിനെ ആദ്യമായിട്ട് ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. കായിക രംഗത്ത് വളരെ നിസ്തുലമായ സേവനം ചെയ്യുന്ന മിസ് മുരളിയെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ ഏരിയയിൽ ഫസ്റ്റ് ഗ്രേഡ് യെല്ലോ ബെൽറ്റ് കരസ്ഥമാക്കിയ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ N പ്രശാന്ത് അധ്യക്ഷനായി. ശൂരായി ചന്ദ്രമാസ്റ്റർ, VK ജയന്തൻ, ഡോക്ടർ PM ആവണി, അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായ് CN മുരളി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കരാത്തെ ജൂഡോ പ്രകടനങ്ങളും അരങ്ങേറി. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭ കളിക്കൂട്ടം ഫെസ്റ്റ് നടത്തി. കുടക്കളം കുണ്ടഞ്ചേരി കുഞ്ഞിരാമൻ മാസ്റ്റർ ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. എരഞ്ഞോളി പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭ കളിക്കൂട്ടം കുടക്കളത്തെ കുഞ്ഞിരാമൻ മാസ്റ്റർ ഹാളിൽ നടന്നു. എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ കണ്ഠൻ ഷീബ അധ്യക്ഷയായി. MP സരജൻ സ്വാഗതം പറഞ്ഞു. ബാലസഭ RP മാർ ക്ലാസ് എടുത്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ KC പ്രീത, സുചിത്ര, ബ്ലോക്ക് കോർഡിനേറ്റർ ജിംഷ, CDS അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിക്കാൻ നമുക്ക് പ്രകൃതിയെ നോക്കാൻ എന്ന സന്ദേശമാണ് നമ്മൾ നൽകുന്നത്. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. മണ്ണിൽ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയരുത്. അത് വൃക്ഷങ്ങളുടെ വേര് വളരുന്നതിന് തടയിടും. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുക. നേരത്തെ മാഷി പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കലായ SSF പാനൂർ ഡിവിഷൻ 33ാമത് എഡിഷൻ സാഹിത്യോത്സവ് മെയ് 29, 30, 31 തീയതികളിൽ ചെണ്ടയാട് കല്ലറക്കലിൽ നടക്കും. 30-ന് രാത്രി 7-ന് ചരിത്രകാരൻ PJ വിൻസെന്റ് ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SSF പാനൂർ ഡിവിഷൻ 33ാമത് എഡിഷൻ സാഹിത്യോത്സവ് മെയ് 29, 30, 31 തീയതികളിൽ ചെണ്ടയാട് കല്ലറക്കലിൽ നടക്കും. സാഹിത്യോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30-ന് രാത്രി 7-ന് ചരിത്രകാരൻ PJ വിൻസെന്റ് ഉദ്ഘാടനം ചെയ്യും.
ഒട്ടനവധി അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചതായി സംഘാടകർ അറിയിച്ചു. 29 വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം പതാക ഉയർത്തലോടുകൂടി പരിപാടികൾ ആരംഭിക്കും. സ്വാഗത സംഘം ചെയർമാൻ അരേരത്ത് അബ്ദുൽ ഹാജി നേതൃത്വം നൽകും. വൈകിട്ട് 4 പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഒത്തുകൂടുന്ന സൗഹൃദ സംഗമം നടക്കും. ACP സിബി ടോം ഉദ്ഘാടനം ചെയ്യും. ഷാഫി പറമ്പിൽ MP, PK പ്രവീൺ MLA, ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ, DYSP K സുധീർ, ജില്ലാ പഞ്ചായത്ത് അംഗം CK മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് 7 ആത്മീയ സമ്മേളനം SSF സംസ്ഥാന സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരിയുടെ നേതൃത്വത്തിൽ നടക്കും. 7 സെക്ടറുകളിൽ നിന്നായി 1000-ഓളം മത്സരാർത്ഥികൾ 7 വിഭാഗങ്ങളിലായി മത്സരിക്കും. 12 വേദികളിലായി 160-ലധികം മത്സരങ്ങൾ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 30 ഞായറാഴ്ച രാവിലെ 8 മുതൽ സ്റ്റേജ് മത്സരങ്ങൾ നടക്കും. വൈകിട്ട് 7 സമാപന സമ്മേളനം നടക്കും. കേരള മുസ്ലിം ജമാഅത്ത് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് പാനൂർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ PC ഖാദർ ഹാജി കല്ലറക്കൽ, ഇബ്രാഹിം സാദി, ഫസലുദ്ദീൻ സഖാഫി കല്ലറക്കൽ, പുല്ലാച്ചോളി മഹമ്മൂദ് ഹാജി, പുത്തലത്ത് മഹമ്മൂദ് ഹാജി, ഇബ്രാഹിം ഹാജി കണ്ണൂത്ത്, മുനീർ അസ്സേരി, സഹദ് മാസ്റ്റർ, സംസദ് മാവിലേരി എന്നിവർ പങ്കെടുത്തു. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ 32 വർഷക്കാലമായി തുടർച്ചയായി ഫാമിലി തലം മുതൽ ദേശീയ തലം വരെ നടത്തുന്ന സാഹിത്യോത്സവിൻ്റെ 33ാമത് എഡിഷൻ SSF പാനൂർ ഡിവിഷൻ സാഹിത്യോത്സവ് ഈ വർഷം മെയ് 29, 30, 31 തീയതികളിലായിട്ട് കല്ലറക്കൽ വെച്ച് നടക്കാൻ പോവുകയാണ്. സാഹിത്യോത്സവിൻ്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ പരിപാടികൾ ഈ ആഴ്ച മുതലേ നടന്നു തുടങ്ങി. നാളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചൊക്ലി ഓഹാലിദ് സാഹിബിൻ്റെ ഖബർ സിയാറത്തോടുകൂടി കൊടിമര ജാഥയായി കല്ലറക്കലെത്തുകയും ശേഷം പ്രാസ്ഥാനിക നേതാക്കൾ പങ്കെടുക്കുന്ന റീകണക്ട് സംഗമത്തോടുകൂടെ നഗരിയിൽ പരിപാടികൾ ആരംഭിക്കും. 29-ാം തീയതി സാംസ്കാരിക സമ്മേളനവും 30-ാം തീയതി ഉദ്ഘാടന സമ്മേളനവുമാണ് നടക്കുക. പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1989 അധ്യയന വർഷത്തിൽ SSLC പഠനം നടത്തിയവരുടെ കൂട്ടായ്മയായ ക്ലാസ്മേറ്റ്സ് 89ന്റെ നേതൃത്വത്തിൽ സംഗമം ഒരുക്കി. നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കലാപരിപാടികളും അരങ്ങേറി. 1989 അധ്യയന വർഷത്തിൽ പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പഠനം നടത്തിയവരുടെ കൂട്ടായ്മയായ ക്ലാസ്മേറ്റ്സ് 89ന്റെ നേതൃത്വത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത്. പൂർവ്വകാല അനുഭവങ്ങൾ പങ്കിട്ടും കലാപരിപാടികൾ ഒരുക്കിയും ഈ ദിനം പൂർവ്വ വിദ്യാർത്ഥികൾ അവിസ്മരണീയമാക്കി. പ്രോഗ്രാം കൺവീനർമാരായ സന്തോഷ് നാരായൺ, സുജിത്ത് അന്തോളി, പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ഷെർലി, KV ബിന്ദു, സുരാജ്, സെനിത്ത്, സന്തോഷ്, വിജയ് കരിയാടൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവ് ഇൻ കണ്ണൂർ വോളണ്ടിയേഴ്സ് സംഗമം തലശ്ശേരിയിൽ നടന്നു. ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് ചൊക്ലി ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവ് ഇൻ കണ്ണൂരിന്റെ കണ്ണൂർ ജില്ലാ വോളണ്ടിയർ സംഗമം തലശ്ശേരി ഇസ്ലാമിക് സെന്ററിലാണ് നടന്നത്. ഇസ്ലാമിക് സെന്റർ സേവന കേന്ദ്രത്തിൽ ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് ചൊക്ലി ഉദ്ഘാടനം ചെയ്തു. പ്രായം ഒരു നമ്പർ മാത്രമാണ്, ഒരു പരിധി വരെ നമ്പർ തന്നെയാണ്. പക്ഷേ അതും കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയും നമ്മൾ വീണ് പോവുകയും ചെയ്തത്. ആ സമയത്ത് നമ്മളെ താങ്ങി നിർത്താനുള്ള കൈ എന്നുള്ളത് പ്രധാന ഘടകം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നത് അത്തരത്തിലുള്ള വലിയൊരു പ്രവർത്തനം തന്നെയാണ്. അത് അതിൻ്റെ ഒരു പുണ്യം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ അച്ഛനും അമ്മയെ പോലെ തന്നെ അവരെ പരിചരിക്കുക എന്നുള്ളത് പ്രധാന ഘടകം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, പലപ്പോഴും പല പെൺകുട്ടികളും കല്യാണം വേണ്ടെന്ന് പറയുന്നത്. കല്യാണത്തിന് ആവശ്യമില്ല. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ SSLC പരീക്ഷയ്ക്ക് തോറ്റുപോയി കഴിഞ്ഞാൽ കുറെ ആൾ നാട് പോകും, ഒരാൾ ബോംബെ പോകും, ഒരാൾ ബാംഗ്ലൂർ പോകും. ബാംഗ്ലൂർ പോയി ബേക്കറി പഠിക്കാൻ പോകുന്നത്, ബോംബെ പോകുന്നത് ഫുട്പാത്ത് ബിസിനസ്സാണ്. ചിലർക്ക് നന്നായി തിരിച്ചു വരാതിരിക്കാൻ പല ഘട്ടമുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾ ആലോചിക്കുന്നത് ഇന്ത്യ വിടാനാണ്, കേരളം വിടാനല്ല, ഇന്ത്യ വിടുക എന്നുള്ളതാണ്. ഇന്ത്യ വിട്ടിട്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കണം, അവിടത്തെ സിറ്റിസൺ എടുക്കും, പിന്നെ അവരോട് തിരിച്ചു വരില്ല.
പിന്നെ എങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ എത്രയോ പൂട്ടിക്കിടക്കുന്ന വീടുകൾ ഏറ്റവും കൂടുതൽ കേരള സ്റ്റേറ്റിലാണ്. പൂട്ടിക്കിടക്കുന്ന വീടുകൾ ആളുകൾ രക്ഷിതാക്കളുടെ മക്കളെടുത്ത് താമസിക്കുന്നു. സ്വന്തമായിട്ട് അതുവരെ ജനിച്ചു വളർന്ന വീട്ടിൽ വെച്ചിട്ട് മരിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഇപ്പം എക്സിക്യൂട്ടീവ് ലെവലുള്ള വൃദ്ധസ്ഥലങ്ങളുണ്ട്. എറണാകുളം ശരിയാ ഒരു വൃദ്ധസ്ഥലം കാണാൻ പോയിരുന്നു. ഒരു വലിയ ഏക്കറിന് 10-50 സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഹട്ടുകളാണ്. ഹട്ടുകൾ തമ്മിൽ AC 25 lakhs ആണ്. 25 lakhs കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല. നമുക്ക് അവിടെ താമസിക്കാം. അത്യാവശ്യം നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എടുത്താൽ മക്കൾ വരികയാണെങ്കിൽ മക്കളെ കാണാം. ഹരിദാസ് ഓമല്ലൂർ, സുനിൽ മങ്ങാറ്റിടം, ഡോക്ടർ സിസ്റ്റർ വിനീത ടോം, ഡോക്ടർ KK രതീഷ് കുമാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ആ സാഹചര്യ സന്ദർഭം ഏതിലൂടെയൊക്കെ കടത്തിവിട്ടാലാണ് ആ പ്രൊസീജിയർ പൂർത്തിയാവുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഇല്ലേ? അതിലൂടെ മാക്സിമം കടത്തിവിടാൻ ആര് ശ്രമിക്കും? ആ ചങ്ങാതിക്ക് അത് താല്പര്യം കൂടി ഉണ്ടെങ്കിലോ ആ സൈഡിലൊന്ന് തട്ടാൻ്റെ കൂളായിട്ട് അതിലൂടെ അങ്ങോട്ട് കയറി പോകും, ഇല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ചിത്രം മരണം വരെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ സന്തോഷത്തോടെ ഇനി കുറച്ചൊക്കെ പ്രയാസം വന്നാലും തരണം ചെയ്ത് പോകാനുള്ള സംവിധാനം എന്തെങ്കിലും ഉണ്ടോ? ശ്രമിച്ചാൽ നടക്കൂല. വെറുതെ പറയാൻ ശ്രമിക്കുക എന്നുള്ളത് ആ ഒരു വാക്ക് തന്നെ വെട്ടിക്കളയണമെന്നാണ് ഇതിൽ എന്റെ അഭിപ്രായം. നമ്മുടെ ഒരു സൊസൈറ്റി പറയുന്നതാണ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രകാരമായിരിക്കണം സബ് കമ്മിറ്റികൾ രൂപീകരിക്കണം. പലപ്പോഴും ഭാരവാഹികൾ ഉണ്ടാവാം, അവിടെ ചിലരെല്ലാ വേഷം കെട്ടിട്ട് വരും, അല്ലേ? ഹോം കെയറിന്റെ ചുമതല ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ ചുമതല ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവും. നമ്മളിവിടെ എന്ത് ചെയ്യണം? യൂണിറ്റുകൾക്ക് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിക്കണം. ഹോം കെയർ സംവിധാനത്തിന് ഒരു ചുമതല കൊടുത്തൊരു കമ്മിറ്റി ഉണ്ടാവും. അവിടുത്തെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു കമ്മിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ വ്യത്യസ്തമായ വിവിധ സബ് കമ്മിറ്റികൾ നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഒരു പരിപാടി നടത്തുമ്പോൾ എല്ലാം ഞാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എവിടെ എത്തില്ല, അല്ലേ? പകരം എന്ത് ചെയ്യണം? നമ്മുടെ വിവിധ സബ് കമ്മിറ്റികളാക്കി മാറ്റിയാൽ ആ സബ് കമ്മിറ്റികൾക്ക് ചാർജ് കൊടുത്താൽ അവരിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ വഴി നടത്തിപ്പിക്കാനും അതിന്റെ വീഴ്ചകൾ വിലയിരുത്താനും പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? ചർച്ചകൾക്കിടയിൽ നമുക്കത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഒപ്പം ഉത്തരവാദിത്തങ്ങൾ വികേന്ദ്രീകരിക്കണം. ഒരു വ്യക്തിയിലേക്ക് പോവാതെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർ കൂടി കൊടുക്കണം. അത് സമൂഹത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും, അല്ലെ? ഒരുപാട് പേർക്ക് ചുമതല കൊടുക്കുക, അല്ലേ? ആ രീതിയിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ നയനിലപാടുകൾക്കകത്തു നിന്ന് എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കണം. നീതിപൂർവമായ പരിചരണം ഗുണമേന്മയോടെ ആവശ്യക്കാരിലേക്ക് യഥാസമയം നൽകുന്നു എന്ന് ഉറപ്പുവരുന്നതായിരിക്കണം പ്രാഥമിക ഉത്തരവാദിത്തം. കണ്ണൂർ ജില്ലയിലെ 62 യൂണിറ്റുകളിൽ നിന്നായി 200ഓളം വോളണ്ടിയർ പ്രതിനിധികൾ പങ്കെടുത്തു. PIC ചെയർമാൻ KV ശശിധരൻ അധ്യക്ഷനായി. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ സംസ്ഥാന സെക്രട്ടറി സുനിൽ മങ്ങാറ്റിടം, ജില്ലാ സെക്രട്ടറി സാജു ജോസഫ്, PM അബ്ദുൽ നാസർ, CH ബഷീർ, മുഹമ്മദ് അഷ്റഫ്, അർഷാദ്, P ശോഭന, ഡോക്ടർ KK രതീഷ് കുമാർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. ഡോക്ടർ P വിജയൻ അനുസ്മരണത്തിന്റെ ഭാഗമായി നടത്തിയ ജില്ലാതല ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഈ വർഷത്തെ ഡിഗ്രി പരീക്ഷയിൽ ഉമ്മത്തൂർ SIAS കോളേജിന് ഉന്നത വിജയം. ഉന്നത വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പുത്തൂർ മുസ്തഫയെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഉമ്മത്തൂർ സക്കാഫത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കോളേജിൽ 3 വർഷ ഡിഗ്രി കോഴ്സ് ഫൈനൽ ഇയർ പരീക്ഷയിൽ BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BCom, BBA എന്നിവയിൽ പരീക്ഷ എഴുതിയ 111 വിദ്യാർത്ഥികളിൽ 110 പേരും ഉന്നത മാർക്ക് നേടി വിജയം കൈവരിച്ചതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രിൻസിപ്പൽ ഡോക്ടർ പുത്തൂർ മുസ്തഫയെ മാനേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അനുമോദനം നൽകി. കോളേജ് ഹാളിൽ നടന്ന ചടങ്ങ് മാനേജ്മെന്റ് ട്രഷറർ RP ഹസൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോളേജ്. ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്കോടുകൂടി കുട്ടികളും വേണം. വളരെ പിന്നോക്കം നിൽക്കുന്ന
മാർക്കിൻ്റെ കാര്യത്തിലൊക്കെ പിന്നോക്കമുള്ള വിദ്യാർത്ഥികളാണ് അധികവും ഇവിടെ എത്തിപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. അവരെയൊക്കെ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നത് നിങ്ങളുടെ പ്രയത്നമാണ്, പരിശ്രമമാണ്. അതുപോലെ തന്നെ ആത്മാർത്ഥമായ ടീച്ചിങ്ങിനോടുള്ള പ്രതിബദ്ധതയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കമ്മിറ്റി മൊത്തം തന്നെ അക്കാര്യം ചർച്ച ചെയ്ത് ഞാൻ അനുമോദിക്കുകയും ചെയ്യും. ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പ്രിൻസിപ്പാൾക്ക് കമ്മിറ്റി ഒരു ആദരം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോളേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഹമ്മദ് പുന്നക്കൽ ആശംസാ പ്രസംഗം നടത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി വി കെ മനോജ് കുമാർ സ്വാഗതവും കൊമേഴ്സ് വിഭാഗം മേധാവി പ്രൊഫസർ ജസ്മിന നന്ദിയും പറഞ്ഞു. കോളേജ് സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. മുൻപ് വനിതകൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന കോളേജിൻ്റെ ആദ്യ മിക്സഡ് ബാച്ചാണിത്. 3 വർഷ കോഴ്സിൻ്റെ അവസാന ബാച്ചിൽ ഉന്നത വിജയം കൈവരിച്ചത് ഇരട്ടി മധുരമാണ് നൽകുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്യാപിറ്റേഷനോ ഡൊണേഷനോ ഇല്ലാതെ സർക്കാർ നിശ്ചയിച്ച ഫീസ് മാത്രം വാങ്ങിയാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ കോളേജിൽ BCA കോഴ്സ് കൂടി ആരംഭിക്കുമെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു. നിങ്ങളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക എന്നല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. അധ്യാപകരുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുകയും അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നല്ലാതെ പ്രിൻസിപ്പൾ എന്ന നിലക്ക് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ടീമിനെ വളരെ വിജയകരമായി മുന്നോട്ട് നയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇവിടെ ഒരു കുടുംബം പോലെയാണ് ഇവിടുത്തെ അധ്യാപകർ. യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒറ്റ മനസ്സോടെ ഒരാൾ പ്രിൻസിപ്പൾ ബാക്കിയുള്ള താഴെ അങ്ങനെയൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നമ്മൾ കനാലികളെ പോലെ അവിടെ പോകുന്നത്. അപ്പോൾ ആ തരത്തിലാണ് നമ്മുടെ വിജയം. ഏറ്റവും ജനാധിപത്യപരമായ ഒരു രീതിയിലാണ് സ്ഥാപനത്തെ കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിജയം നിങ്ങൾക്കുള്ളതാണ്, നമ്മുടെ കുട്ടികൾക്കുള്ളതാണ്. അത് ഞാൻ നിങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കുമായിട്ട് സമർപ്പിക്കുകയാണ്. ഒരിടവേള കൂടി. മാഹി മലയാള കലാഗ്രാമം അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, കർണാട്ടിക് സംഗീതം, വായ്പാട്ട്, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിൽ അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം തുടരുന്നു. ഫോൺ 0490 233 2961 8075 099 346 9447 646 125. Amrita Vidyalayam, Punnol, Talasheri. Leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും.
ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. നമ്മുടെ സ്വന്തം പാനൂർ വാട്സാപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിലെ വിജയികളായ ഹൈറുന്നീസ പെരിങ്ങത്തൂർ, റഫ്ഷാന കീഴ്മാടം, ജസീല ചൊക്ലി എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പാനൂർ നഗരസഭാ അധ്യക്ഷ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിലെ മത്സരവിജയികൾക്കുള്ള സമ്മാനങ്ങളാണ് പാനൂരിൽ വിതരണം ചെയ്തത്. പാനൂർ നജാത്ത് സ്കൂൾ നഴ്സറി പരിസരത്ത് വെച്ചാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷമുണ്ട്. കാരണം ഒരു ഇലക്ഷൻ്റെ പ്രവചന മത്സരത്തിൽ വിജയികളായിട്ടുള്ളത് സഹോദരിമാരാണ്, എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. 1ാം സമ്മാനവും 2ാം സമ്മാനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരിമാരൊക്കെ തന്നെ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന ഓരോ പാർട്ടിയെക്കുറിച്ചും അതിൻ്റെ പ്രവചനം എങ്ങനെയൊക്കെയാണ് വിലയിരുത്തേണ്ടത് എന്നുള്ള ധാരണ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള മുഖ്യധാരയിലൊക്കെ നമ്മുടെ സഹോദരിമാർ എത്തി എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ ഒരു സഹോദരിമാരൊക്കെ ഇരിക്കുന്നത്. 1ാം സമ്മാനം നേടിയ ഹൈറുന്നീസ പെരിങ്ങത്തൂരിന് നൌഷത്ത് ടീച്ചർ സമ്മാനം കൈമാറി. 2ാം സമ്മാനം നേടിയ റഫ്ഷാന കീഴ്മാടത്തിന് മുനീർ നിബാസ്, പുളിക്കൽ നാസറിന്റെ മകൾ ഷമീന എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ കൈമാറി. 3ാം സമ്മാനം നേടിയ ജസീല ചൊക്ലിക്ക് നെല്ലൂർ സമീർ, നെല്ലൂർ ഷാന എന്നിവർ ചേർന്ന് സമ്മാനം കൈമാറി. വാട്സപ്പ് കൂട്ടായ്മ അഡ്മിൻ ഉസ്മാൻ പാനൂർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. പച്ചപ്പറമ്പത്ത് നസീർ, MY സലീം, പുളിക്കൽ നൌഫൽ, കൊല്ലന്തവിട സമീർ, CH സലീം, മുജീബ് പൂക്കോം, അബ്ദുള്ള കീഴ്മാടം, T റൌഫ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനാ ചലഞ്ചിന്റെ ഭാഗമായി പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ എഴുത്തിന്റെ വഴികളുമായി പരിപാടി സംഘടിപ്പിച്ചു. എഴുത്ത്, പുസ്തകം, പത്രം എന്നീ മേഖലകളിലുള്ളവരുമായി സംഘടിപ്പിച്ച മുഖാമുഖം വേറിട്ടതായി. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായന ചലഞ്ചിന്റെ ഭാഗമായാണ് പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ എഴുത്തിന്റെ വഴികളുമായി ബന്ധപ്പെട്ട് എഴുത്ത്, പുസ്തകം, പത്രം എന്നീ മേഖലകളിൽ ഉള്ളവരുമായി മുഖാമുഖം സംഘടിപ്പിച്ചത്. എഴുത്തുകാരി വി റീന, കേരള കൗമുദി ലേഖിക നിമ്യ നാരായണൻ, തലശ്ശേരി ഓപ്പൺ ബുക്സ് ഉടമ രാജേന്ദ്രൻ എന്നിവർ മുഖാമുഖത്തിൽ കുട്ടികളുമായി സംവദിച്ചു. അതിന്റെ കണ്ടന്റ് ആദ്യം അറിയായിരുന്നു. ശരിക്കും ഞാൻ ഇതിന്റെ ഒറിജിനൽ തേടി പിടിച്ച് വായിച്ചത് ഈ അടുത്ത് പലയിടങ്ങളിലും ഈ പാവങ്ങൾ വായിച്ചേണ്ട ഒരു അവതരണം വായനശാലകളും ഒക്കെ വിളിച്ചപ്പോഴാണ്. അത് ഞാൻ ജയിലിൽ പോയി. എനിക്ക് ഈ പുസ്തകമാണ് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത്. ഞാൻ പിന്നിട്ടു എടുത്ത് പറയേണ്ട ഒരു സംഗതി, നമ്മുടെ നാട്ടിലുള്ള പ്രഗത്ഭരായ പല എഴുത്തുകാരും ഇന്ന് വരെ നമ്മുടെ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് വന്നിട്ടില്ല. നിരൂപകന്മാരും അതിൽ പെടും. ഒരു നഗരത്തിൽ ഒരു പുസ്തകം മതി, ഒരു പുസ്തകശാല മതി എന്നുള്ളതാണ്. 1-2 പുതിയ എഴുത്തുകാരികളുണ്ട്, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ പുസ്തകം തലശ്ശേരിയിൽ വിറ്റത് ഞാൻ മാത്രമാണ്.
എന്നിട്ട് പോലും അവർ കുട്ടികളോട് വരികയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുകൊണ്ട് വളരെയേറെ നമുക്ക് അറിവ് നൽകുന്നത് എല്ലാം കേൾക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി. എല്ലാം കേൾക്കണം. അപ്പോഴേ നമുക്ക് ലോകത്ത് എന്ത് നടക്കുന്നത് മനസ്സിലാവുള്ളൂ. അപ്പം എല്ലാം കേൾക്കാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. നെഗറ്റീവ് മൊത്തം കളഞ്ഞേക്കുക, പോസിറ്റീവ് എടുക്കുക. എല്ലാ വാർത്തകളും കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹംന ഫാത്തിമ സ്വാഗതം പറഞ്ഞു. KP രാമകൃഷ്ണൻ അധ്യക്ഷനായി. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ, KK സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 11 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായുള്ള റൈസിംഗ് സ്റ്റാർ ലീഗ് ടൂർണമെന്റിന് തുടക്കമായി. നിരവധി ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ അംഗം AK സക്കരിയ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് A അഭിമന്യു അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗം ജസ്ബീർ സ്വാഗതവും അക്ബർ നടമേൽ നന്ദിയും പറഞ്ഞു. അന്തർദേശീയ സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനയായ വൈസ്മെൻ ഇന്റർനാഷണലിന്റെ കീഴിൽ തലശ്ശേരി ബ്രണ്ണൻ വൈസ്മെൻസ് ക്ലബ് രൂപീകരിച്ചു. പാരീസ് പ്രസിഡൻസി ഹോട്ടൽ ഹാളിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡയറക്ടർ PS ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയേറെ പ്രഗത്ഭരായ ഹെഡ് മിസ്ട്രസ്മാർ മാത്രമുള്ള ഒരു ക്ലബ്ബ് മാത്രമല്ല, 1-2 പേരല്ലാതെ ഉണ്ടെങ്കിൽ കൂടി അവരതിനേക്കാൾ മികച്ചവരാണ്. നോവലിസ്റ്റ് വരെ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പ്രഗത്ഭരുള്ളപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രസ്ഥാനമാണ്, ഓരോരുത്തരും ഓരോ ക്ലബിന് തുല്യമാണ്. അങ്ങനെയുള്ള ഇത്രയും പേർ ഒന്നിച്ചു കൂടുമ്പോൾ അതെത്ര മഹത്തരമായി മാറുമെന്ന് നമുക്കറിയാം. ഇന്നലെ 14ാമത് ക്ലബിൻ്റെ ഉദ്ഘാടനം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായിരുന്നു മുഖ്യാതിഥി. അദ്ദേഹം പറയുകയുണ്ടായി, ലോകത്തുള്ള സകല സന്നദ്ധ സംഘടനകളിലും വെച്ച് മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു കുടുംബ കൂട്ടായ്മയാണ് വൈസ്മൻ പ്രസ്ഥാനം. അദ്ദേഹം ഒരു വൈസ്മൻ അല്ല, അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അങ്ങനെയാണ്. വളരെ ശരിയായ ഒരു ഒബ്സർവേഷനാണ് രജിസ്ട്രാർ നടത്തിയത്. ഏറ്റവും മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കുടുംബ കൂട്ടായ്മയാണ്. അത് ആഘോഷത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ ചുറ്റും അവശത അനുഭവിക്കുന്നവരാരെന്ന് കണ്ടെത്തി അവരുടെ അവശതയ്ക്ക് അല്പമെങ്കിലും ശമനം വരുത്തുവാൻ, മുഴുവൻ പ്രശ്നങ്ങളും ലോകത്ത് തീർക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല. അല്പമെങ്കിലും ശമനം വരുത്തുവാൻ വേണ്ട ഉദ്യമം നമ്മളിൽ നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ക്ലബ്ബ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. കൂത്തുപറമ്പ് ഷീറോസ് വൈസ് വിമൻസ് ക്ലബ്ബ് പ്രസിഡന്റ് CV സുരഭി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AT സവിത പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അംഗത്വ വിതരണത്തിന് ഡിസ്ട്രിക്ട് ഗവർണർ സാബു കുര്യാക്കോസ് നേതൃത്വം നൽകി. ക്ലബിന്റെ സാമൂഹ്യക്ഷേമ പരിപാടി റീജിയണൽ സെക്രട്ടറി സുന്ദർ രാജലു ഉദ്ഘാടനം ചെയ്തു. സ്ഥാനമേറ്റ പ്രസിഡന്റ് ഉഷ വിശ്വത്തിന് ക്ലബ്ബ് പതാക കൈമാറിക്കൊണ്ട് നിയുക്ത LRD സോൺ മധു പണിക്കർ ഫ്ളാഗ് പ്രസന്റേഷൻ കർമ്മം നടത്തി. ക്ലബ്ബ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന സാമൂഹ്യക്ഷേമ പരിപാടികൾ പ്രസിഡന്റ് ഉഷ വിശ്വം വിശദീകരിച്ചു. പൂരക്കളിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ച മധു പണിക്കരെ ക്ലബ്ബ് ഷാൾ അണിയിച്ച് ആദരിച്ചു. കരാത്തയിൽ ബ്ലാക്ക് ബെൽറ്റ് ലഭിച്ച ക്ലബ്ബ് അംഗം മനീഷയുടെ മകൻ B ആരോണിനെ ഷാൾ അണിയിച്ച് ആദരിച്ചു. കോടിയേരി ഷോത്തോക്കാൻ കരാത്തെ സ്കൂൾ വിദ്യാർത്ഥിയാണ് ആരോൺ. റീജിയണൽ വനിതാ കോർഡിനേറ്റർ ലേഖ മധു, റീജിയണൽ ബുള്ളറ്റിൻ എഡിറ്റർ സേതുമാധവൻ, ക്ലബ് അഡ്വൈസറും ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് പ്രിൻസിപ്പളുമായ യശോദ പയ്യൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് വൈസ് ഗൈ KK അനിലകുമാരി സ്വാഗതവും സ്ഥാനമേറ്റ സെക്രട്ടറി ചന്ദ്രി മണാട്ട് നന്ദിയും പറഞ്ഞു. വൈസ്മൻ ഇന്ത്യ ഏരിയ സർവീസ് ഡയറക്ടർ C വിശ്വനാഥൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോസ്, പാനൂർ കിംസ് ക്ലബ്ബ് പ്രസിഡന്റ് T ഭാർഗവി, സെക്രട്ടറി K പ്രേമി എന്നിവരും പങ്കെടുത്തു. ക്ലബ്ബ് അംഗം സിതാര ജിനദേവ് അവതരിപ്പിച്ച രംഗപൂജയോടെയാണ് ഉദ്ഘാടന പരിപാടികൾ ആരംഭിച്ചത്. ഒരു വാഹനാപകടത്തിൽ അകാലത്തിൽ വിട്ടുപിരിഞ്ഞ കണ്ണൂർ മെട്രോ വൈസ്മൻ ക്ലബ്ബ് മുൻ പ്രസിഡന്റ് മലബാർ ഷാജിയുടെ നിര്യാണത്തിൽ യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു. സ്ഥാനമേറ്റ ക്ലബ്ബ് ഭാരവാഹികളും അംഗങ്ങളും തലശ്ശേരി സെന്റ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ച് സെമിത്തേരി സന്ദർശിച്ച് 18ാം നൂറ്റാണ്ടിൽ തലശ്ശേരിയിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് മഹത്തായ സംഭാവന നൽകിയ എഡ്വേർഡ് ബ്രണ്ണൻ സാഹിബിന്റെ ശവകുടീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പാനൂരിൽ ഡോക്ടർ ജുബൈൽസ് അലൈൻ ആൻഡ് സ്മൈൽ ഓർത്തോഡോണ്ടിക് ആൻഡ് ഫാമിലി ദന്തൽ കെയർ പ്രവർത്തനം തുടങ്ങി. ബസ് സ്റ്റാൻഡിന് സമീപം സപ്ലൈകോ റോഡിൽ കൊട്ടാരത്തിൽ കോംപ്ലക്സിൽ പുതിയ KSCB ഓഫീസിന് താഴെയാണ് പ്രവർത്തനം തുടങ്ങിയത്. KC ആയിഷ ഉദ്ഘാടനം ചെയ്തു.
ദന്തപരിചരണ രംഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടും പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനത്തോടും കൂടിയാണ് ഡോക്ടർ ജുബൈൽസ് അലൈൻ ആൻഡ് സ്മൈൽ ഓർത്തോഡോണ്ടിക് ആൻഡ് ഫാമിലി ഡെന്റൽ കെയർ പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. KC ആയിഷ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൗഷദ് ടീച്ചർ ക്ലിനിക് സന്ദർശിച്ചു. പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം കൊട്ടാരത്തിൽ കോംപ്ലക്സിൽ പുതിയ KSFE ഓഫീസ് ബിൽഡിംഗിൽ താഴത്തെ നിലയിലാണ് ഡോക്ടർ ജുബൈൽസ് അലൈൻ ആൻഡ് സ്മൈൽ ഓർത്തോഡോണ്ടിക് ആൻഡ് ഫാമിലി ഡെന്റൽ കെയർ പ്രവർത്തനം ആരംഭിച്ചത്. റൂട്ട് കനാൽ ചികിത്സ, പല്ലടയ്ക്കൽ, ക്ലീനിംഗ്, കുട്ടികളുടെ ദന്തചികിത്സ, കൃത്രിമ പല്ലുകൾ, ദന്തൽ ഇംപ്ലാന്റ്, മോണരോഗ ചികിത്സ, പല്ല് പറിക്കൽ, ഡിജിറ്റൽ ദന്തൽ എക്സ്റേ, പല്ലിൽ കമ്പിയിടൽ, കമ്പിയില്ലാതെ പല്ല് നിരൂപിക്കൽ, കുട്ടികളിലെ താടിയല്ലുകളുടെ വളർച്ചാ ക്രമീകരണം, കുട്ടികളിൽ കാണുന്ന ദുശ്ശീലങ്ങൾക്കുള്ള ചികിത്സ, വേഗത്തിലുള്ള ദന്തക്രമീകരണ ചികിത്സ, പല്ലെടുക്കാതെയുള്ള ദന്തക്രമീകരണം, പ്രായമുള്ളവരിലെ ദന്തക്രമീകരണം തുടങ്ങിയ ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിൽ നിർണായക ഇടപെടലുമായി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. P. വിഷ്ണുരാജ് കണ്ണൂർ ജില്ലാ കലക്ടർ. സ്ഥാനമൊഴിഞ്ഞ കലക്ടർ അരുൺ K. വിജയനിൽ നിന്ന് ചുമതല ഏറ്റെടുത്തു. കിഴക്കേ ചമ്പാട് റോഡിൽ ഉഗ്രൻ മൂർഖൻ, നാട്ടുകാരിൽ ആശങ്ക. RJD കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PK പ്രവീൺ MLAയ്ക്ക് പാനൂരിൽ സ്വീകരണം നൽകി. മുൻ മന്ത്രി KP മോഹനൻ ഉപഹാര സമർപ്പണം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.